അർജുൻ ആയങ്കിയുമായി മട്ടന്നൂർ മരുതായി പ്രദേശത്ത് തെളിവെടുപ്പ് തുടരുന്നു. മരുതായിയിലെ വർക്ക്ഷോപ്പിൽ എത്തിച്ചും തെളിവെടുക്കും. അർജുൻ ഒളിവിൽ കഴിഞ്ഞ സ്ഥലങ്ങളിലാണ് തെളിവെടുപ്പ് നടക്കുന്നത്. ആഭ്യന്തരമന്ത്രിക്കെതിരെ പോസ്റ്റിടാൻ ആയങ്കി ഉപയോഗിച്ച മൊബൈൽ ഫോൺ അന്വേഷണ സംഘം കണ്ടെത്തി. മിഥുൻ പിള്ള വിവരങ്ങൾ നൽകും. മിഥുൻ, ഇപ്പോൾ മട്ടന്നൂർ ഭാഗത്താണോ തെളിവെടുപ്പ് നടക്കുന്നത്? മട്ടന്നൂരിലെ ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ഈ CPM ക്രിമിനലുമായുള്ള തെളിവെടുപ്പ് പോലീസ് നടത്തുന്നത്? ഗൗതം, ഇപ്പോൾ മട്ടന്നൂർ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് തെളിവെടുപ്പ് നടക്കുന്നത്. കാരണം ഈ മട്ടന്നൂർ നമുക്കറിയാം, കുറേ ദിവസം ഈ പിടിയിലാകുന്നതിന് 3 ദിവസം മുൻപ് ഈ മരുതായി ഭാഗത്തുൾപ്പെടെ അർജുൻ ആയങ്കി എത്തിയെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏതൊക്കെ പ്രദേശത്താണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞത് എന്ന് സംബന്ധിച്ച് തെളിവെടുപ്പ് നടത്താൻ മുന്നോട്ട് പോയത്. ഇതിൻ്റെ ഭാഗമായി മട്ടന്നൂർ മരുതായി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു വർക്ക്ഷോപ്പിൽ ഇയാൾ സുഹൃത്തുക്കൾക്കൊപ്പം ജോലിക്ക് എത്തിയിരുന്നു. ആ സമയത്ത് ഇയാൾ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത്തരത്തിൽ മട്ടന്നൂർ മേഖലയിൽ വിവിധ ഇടങ്ങളിൽ ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നു എന്നൊരു വിവരം കൂടിയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇയാളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനൊരു നീക്കം പോലീസിൻ്റെ ഭാഗത്തുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ കൊണ്ടുവന്ന് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഓരോ സ്ഥലങ്ങളിലും ഇയാൾ ഉണ്ടായിരുന്ന ഓരോ സ്ഥലങ്ങളിലും കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി അവിടുന്ന് പൂർത്തിയായി മടങ്ങുകയാണ്. അല്പസമയം മുൻപ് ഈ മരുതായി പ്രദേശത്ത് കൊണ്ടുവന്ന് അവിടെ ഇയാൾ എത്തിയ സ്ഥലത്ത് നിന്ന് ഇതാണോ സ്ഥലം എന്ന് കൃത്യമായി ഉറപ്പുവരുത്തിയ ശേഷമാണ് പോലീസ് അവിടെ നിന്ന് മടങ്ങിയത്. ഇനി തളിപ്പറമ്പിൽ ഇയാൾ ഒളിവിൽ കഴിഞ്ഞ സ്ഥലമുണ്ട്. തളിപ്പറമ്പിൽ ഒരു ലോഡ്ജിൽ ഇയാൾ 2 ദിവസത്തോളം ഒളിവിൽ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഈ ഒളിവിൽ കഴിഞ്ഞ പ്രദേശത്തുൾപ്പെടെ പോലീസ് കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തുന്ന നടപടികളുണ്ടാകും. അതിലും പോലീസിൻ്റെ നടപടികളൊക്കെ വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ ഒരു തീരുമാനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. കാരണം കസ്റ്റഡി 3 ദിവസമാണ്. അതിൽ തന്നെ നിർണായക തെളിവായ മൊബൈൽ ഫോൺ ഇന്ന് പുലർച്ചെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ഫോണിൽ നിന്നാണ് അർജുൻ ആയങ്കി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടക്കം അസഭ്യം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവഹേളിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മൊബൈൽ ഫോൺ കണ്ടെത്തിയിരിക്കുന്നു. ബാക്കി തെളിവുകളൊക്കെ സമാഹരിച്ചിരുന്നു. ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു. അപ്പോൾ ഇനി വളരെ പെട്ടെന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കാൻ ഒരു നീക്കത്തിലേക്ക് പോലീസ് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരം. അന്വേഷണം വളരെ പെട്ടെന്ന് പൂർത്തിയാക്കി തിരികെ കോടതിയിൽ ഹാജരാക്കാനുള്ള നീക്കത്തിലേക്ക് പോകുന്നു. അതിനുശേഷമായിരിക്കും കോതമംഗലം പോലീസ് ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പോലീസ്, ഊന്നുകൽ പോലീസും കോതമംഗലം പോലീസും ഉൾപ്പെടെ ഇയാളെ അറസ്റ്റ് ചെയ്യുന്ന അടക്കമുള്ള നടപടികൾ ഉണ്ടാവുക. അത് അടുത്ത ദിവസം തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഗൗതം, ഓക്കെ മിഥുൻ, എന്തായാലും ഇപ്പോൾ CPM ക്രിമിനൽ അർജുൻ ആയങ്കിയെ കണ്ണൂരിലെ മട്ടന്നൂരിൽ വിവിധ ഭാഗങ്ങളിൽ തെളിവെടുപ്പിനായി എത്തിച്ചിരിക്കുകയാണ്. മിഥുൻ പിള്ള വിവരങ്ങൾ നൽകുകയായിരുന്നു. നീറ്റ് അടക്കമുള്ള വിഷയങ്ങളിൽ ലോക്സഭയിൽ ചർച്ചയ്ക്ക് തയ്യാറാകാൻ പ്രതിപക്ഷത്തെ വെല്ലുവിളിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ന് വൈകിട്ട് 3 മണിക്ക് മുൻപ് സ്പീക്കർക്ക് കത്ത് നൽകിയാൽ 24 മണിക്കൂർ നീളുന്ന സമഗ്ര ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അമിത്ഷാ പറഞ്ഞു. താൻ അപ്രതീക്ഷനായി എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം തെറ്റാണെന്നും സമ്മേളനം ആരംഭിച്ചതു മുതൽ പാർലമെന്റിലെ ഓഫീസിൽ ഹാജരാകുന്നുണ്ടെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി.